ദശകം 32 മത്സ്യാവതാരം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വതിൽ സക്കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ട അന്തര ഉദ്യതകാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത് ഹൃദേഷു വേദേഷു അതിൽസഹ കില മത്സ്യരൂപം. പുരാ പണ്ട് ഹയഗ്രീവ മഹാസുരേണ ഹയഗ്രീവൻ എന്നു പേരായ മഹാ അസുരനാൽ ഷഷ്ടാന്തര അന്ത ഉദ്യതകാണ്ഡകൽപേ 6ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനം ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് ഉറങ്ങാനായിട്ട് ഭാവിച്ച ബ്രഹ്മദേവൻ്റെ മുഖത്തു നിന്ന് ഹൃദേഷു വേദേഷു വേദങ്ങൾ അപഹരിക്കപ്പെട്ടു. അപ്പോൾ അതിൽ സഹ കില മത്സ്യരൂപം അതിനെ വീണ്ടെടുക്കുന്നതിനായിട്ട് അങ്ങ് മത്സ്യരൂപം ധരിച്ചുവല്ലോ. പണ്ട് ഹയഗ്രീവൻ എന്നു പേരായ മഹാ അസുരൻ 6ാമത് മന്വന്തരത്തിൻ്റെ അവസാന ഭാഗം ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മദേവൻ ഉറങ്ങാനായിട്ട് ഭാവിച്ചപ്പോൾ ബ്രഹ്മദേവൻ്റെ മുഖത്തു നിന്നും ഈ ഹയഗ്രീവൻ വേദങ്ങളൊക്കെ അപഹരിച്ചപ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് മത്സ്യരൂപം ധരിച്ചുവല്ലോ എന്നാണ് മേൽപ്പത്തൂരിലൂടെ ചോദിക്കുന്നത് ഭഗവാനോട്. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വതിൽ സക്കില മത്സ്യരൂപം. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തു നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ജ്വലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യതാ കശ്ചന ബാലമീന. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തുഃ നദീജലേ തർപ്പയതഃ തദാനിം കരാഞ്ജലൗ സഞ്ജ്വലിത ആകൃതിഃ ത്വം അദൃശ്യതാഃ കില കശ്ചന ബാലമീനഃ. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തുഃ നദീജലേ തർപ്പയതഃ തദാനിം. നദീജലത്തിൽ തർപ്പണം ചെയ്തിരുന്ന ഒരു സത്യവ്രതൻ എന്നു പേരായ ദ്രവിഡ രാജാവായിരുന്ന ഇദ്ദേഹം തർപ്പണം ചെയ്യുന്ന ആ സമയത്ത് കരാഞ്ജലൗ കൈക്കുടന്നയിൽ സഞ്ജ്വലിതാകൃതിസ്ത്വം വളരെ മിന്നിത്തിളങ്ങുന്ന രൂപത്തോടു കൂടിയ കശ്ചന ബാലമീനഃ അദൃശ്യതാഃ ഒരു ചെറു മത്സ്യത്തെ കണ്ടുവല്ലോ. ദ്രവിഡ രാജാവായിരുന്ന സത്യവ്രതൻ തൻ്റെ സന്ധ്യാവന്ദനത്തിനായിട്ട് നദിയിൽ ചെന്ന് കൈകളിൽ ജലം എടുത്തപ്പോൾ ആ ജലത്തിനുള്ളിൽ മിന്നിത്തിളങ്ങുന്ന മനോഹരമായിരിക്കുന്ന ഒരു മത്സ്യത്തെ കാണപ്പെട്ടുവല്ലോ. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തു നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യതാ കശ്ചന ബാലമീന. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേമ്പുപാത്രേണ മുനിസ്വഗേഹം സ്വൽപ്പൈരഹോഭി കലശീം ച കൂപം വാഭീം സരശ്ചാനശിഷേ വിഭോത്വം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നെ അമ്പുപാത്രേണ മുനി സ്വഗേഹം സ്വൽപ്പൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരഃ ച ആനശിഷേ വിഭോ ത്വം. ക്ഷിപ്തം ജലേ. അപ്പോൾ ഈ സത്യവ്രത രാജാവ് തൻ്റെ കരാഞ്ജലിയിൽ ജലം എടുത്തപ്പോൾ ആ ജലത്തിനുള്ളിലുണ്ടായിരുന്ന ആ ചെറിയ മീൻ അതിനെ പെട്ടെന്ന് ആ ജലത്തിലേക്ക് തന്നെ ഇട്ടു. അങ്ങനെ ക്ഷിപ്തം ജലേ
ജലത്തിലേക്ക് ഇടപെട്ട ത്വാം അങ്ങയെ ചകിതം വിലോക്യ ഭയപ്പെട്ടതായിട്ട് കണ്ടിട്ട് ആ രാജാവ് അമ്പുപാത്രേണ മുനിഹി സ്വഗേഹം നിന്നി തൻ്റെ ജലം എടുക്കുന്ന പാത്രത്തിൽ ഈ മത്സ്യത്തെ എടുത്തിട്ട് സ്വഗേഹം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സ്വൽപ്പൈഹി അഹോബിഹി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കലശീം ഈ കുടം നിറഞ്ഞു, കൂപം കുളവും നിറഞ്ഞു. കലശീം കൂപം കലശത്തിൽ നിന്ന് ഒരു കിണറിലേക്ക് മാറ്റി, കിണറിൽ നിന്നൊരു കുളത്തിലേക്ക് മാറ്റി, കുളത്തിൽ നിന്ന് ഒരു സരസിലേക്ക് മാറ്റി. എങ്ങനെ ഓരോ മാറ്റത്തിലും അത് നിറഞ്ഞ് കവിയുന്നതായിട്ട് സത്യവ്രത രാജാവിന് തോന്നി. അപ്പോൾ നദീജലത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവ്രത രാജാവിൻ്റെ കൈകളിൽ വന്നു ചേർന്ന ആ ചെറിയ മീൻ അതിനെ തിരികെ ജലത്തിലേക്ക് തന്നെ ഇട്ടപ്പോൾ, നദിയിലേക്ക് തന്നെ ഇട്ടപ്പോൾ ആ മത്സ്യം ഭയപ്പെട്ടതായിട്ട് സത്യവ്രത രാജാവിന് തോന്നിയപ്പോൾ തൻ്റെ ജലപാത്രത്തിൽ ഈ ചെറിയ മീനിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ജലപാത്രം ഈ മീനിനാൽ നിറയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അതിനെ കുടത്തിൽ നിന്ന് ഒരു കിണറിലേക്കും, അവിടെയും നിറഞ്ഞപ്പോൾ കിണറിൽ നിന്ന് കുളത്തിലേക്കും, കുളവ് നിറഞ്ഞപ്പോൾ കുളത്തിൽ നിന്ന് ഒരു സരസിലേക്കും ഒക്കെ മാറ്റി എന്നാണ് പറയുന്നത്. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേമ്പുപാത്രേണ മുനിസ്വഗേഹം സ്വൽപ്പൈരഹോബി കലശീം ചകൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനാ കൽപ്പദിദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി യോഗപ്രഭാവാത് ഭവദാജ്ഞയാ ഏവ നീതഃ തതഃ ത്വം മുനിനാപയോധിം പൃഷ്ടഃ അമുനാ കൽപ്പദിദൃക്ഷും ഏനം സപ്താഹമാസ്വ ഇതി വദൻ അയാസീഹി യോഗപ്രഭാവാത് ഭവത് ആജ്ഞയാ ഏവ. അപ്പോൾ ഭഗവാന്റെ തന്നെ ആജ്ഞയെ അനുസരിക്കുന്നവനായ സത്യവ്രത മുനി യോഗപ്രഭാവ തൻ്റെ യോഗപ്രഭാവം കൊണ്ട് തതഃ ത്വം പയോധിം നീതഃ മുനിന അപ്പോൾ ആ മുനിയാൽ സമുദ്രത്തിലേക്ക് ഈ മത്സ്യം ആനയിക്കപ്പെട്ടു. പൃഷ്ടഃ അമുന ആ മത്സ്യം ഭഗവാനോട് ആ മത്സ്യരൂപിയായിരിക്കുന്ന ഭഗവാൻ സത്യവ്രത രാജാവിനോട് ചോദിച്ചപ്പോൾ സത്യവ്രത രാജാവ് പറഞ്ഞു, കൽപ്പദിദൃക്ഷും എനിക്ക് കൽപ്പം പ്രളയം കാണണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഏനം വദൻ ഇയാളോട് പറഞ്ഞു ഭഗവാൻ. എന്താ പറഞ്ഞത്? സപ്താഹം ആസ്വ 7 ദിവസം കാത്തിരിക്കൂ. ഇതി വദൻ അയാസി പ്രകാരം പറഞ്ഞിട്ട് ആ മത്സ്യരൂപിയായിരിക്കുന്ന ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. അപ്പോൾ സമുദ്രത്തിലേക്ക് തൻ്റെ യോഗപ്രഭാവം കൊണ്ട് ഭഗവാന്റെ പ്രേരണയാൽ സത്യവ്രത മുനി ഈ മത്സ്യത്തെ ആനയിച്ചു, അല്ലെങ്കിൽ സരസിൽ നിന്ന് സമുദ്രത്തിലേക്ക് യോഗപ്രഭാവം കൊണ്ട് മാറ്റി. ഇത്രയെല്ലാം ചെയ്ത് ആ മത്സ്യത്തെ സത്യവ്രത രാജാവ് സംരക്ഷിച്ചതിൽ സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ സത്യവ്രതനോട് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്, എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രളയം കാണണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങ് 7 ദിവസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മത്സ്യരൂപിയായിരിക്കുന്ന ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു എന്നാണ് പറയുന്നത്. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനാ കൽപ്പദിദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി
പ്രാപ്തേ ത്വദുക്തേ ഹരിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉത്കൂർണമാനഃശരണം യയൗ ത്വാം. പ്രാപ്തേ ത്വദുക്തേ അഹനി വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധം അപാരവാരിണി ഉത്കൂർണമാനഃ ശരണം യയൗ ത്വാം. പ്രാപ്തേ ത്വദുക്തേ അഹനി, ഗുരുവായൂരപ്പ അങ്ങ് പറഞ്ഞ 7ാമത്തെ ദിവസം എത്തിയപ്പോൾ വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ, ഈ ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയ ആ സമയത്ത് മുനീന്ദ്രഃ, ഈ രാജർഷിയായിരിക്കുന്ന സത്യവ്രതൻ സപ്തർഷിഭിः സാർദ്ധം, സപ്തർഷികളോടൊപ്പം അപാരവാരിണി ഉത്കൂർണമാനഃ, അപാരമായിരിക്കുന്ന പ്രളയജലത്തിൽ ഉത്കൂർണമാനഃ ചുറ്റിത്തിരിയുന്നവനായിട്ട് ശരണം യയൗ ത്വാം, അങ്ങയെ ശരണം പ്രാപിച്ചു. അപ്പോൾ മത്സ്യരൂപിയായിരുന്ന ഭഗവാൻ പറഞ്ഞിട്ട് പോയ ആ 7ാമത്തെ ദിവസം എത്തിച്ചേർന്നപ്പോൾ ഭൂമിയെല്ലാം ജലമയമായി മുങ്ങിപ്പോയപ്പോൾ ആ സത്യവ്രത രാജർഷി സപ്തർഷികളോടൊപ്പം കരകാണാത്ത ഈ പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. എന്താണോ സത്യവ്രത രാജർഷി ഭഗവാനോട് ആവശ്യപ്പെട്ടത്, പ്രളയം കാണണമെന്നുള്ള ആ ആവശ്യം, അതിനെ സാധിച്ചു കൊടുക്കുക മാത്രമാണ് ഭഗവാൻ ഇവിടെ ചെയ്തത്. 7ാമത്തെ ദിവസം സപ്തർഷികളോടൊപ്പം പ്രളയജലത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങുന്നവനായിട്ട് ചുറ്റിത്തിരിയുന്നവനായിട്ടൊക്കെ ഉള്ള ആ സത്യവ്രത രാജർഷി ഭഗവാനെ അഭയം പ്രാപിച്ചു, ശരണം പ്രാപിച്ചു എന്നാണ്. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉത്കൂർണമാനഃ ശരണം യയൗ ത്വാം. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാതേ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയഃ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ധരാം ത്വദാദേശകരീം അവാപ്താം നൗരൂപിണീം ആരുരുഹു തദാ തേ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിരഭൂഹു മഹീയാൻ. ധരാം, ഭൂമിദേവി അല്ലെങ്കിൽ ഭൂമി, ത്വദാദേശകരീം അവാപ്താം, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് നൗരൂപിണീം ആരുരുഹുസ്തദാതേ, ആ ഭൂമിദേവി ഒരു വള്ളത്തിൻ്റെ ആകൃതിയിൽ എത്തിച്ചേർന്നപ്പോൾ ആരുരുഹു തഥാ, ഈ സത്യവ്രതനും സപ്തർഷികളും കൂടി ആ വഞ്ചിയിൽ കയറി. ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് അവർ വഞ്ചിയിൽ കയറി. തത്കമ്പ, അതിൻ്റെ ഇളക്കത്തിൽ, ആ തോണിയുടെ ഇളക്കത്തിൽ കംബ്രേഷ് വളരെ ഭയപ്പെട്ടവരായി തീർന്നു ഈ സപ്തർഷികളും സത്യവ്രത മുനിയും. അപ്പോൾ തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിരഭൂർമഹീയാൻ, അപ്പോൾ വീണ്ടും മഹീയാൻ, വളരെ വലിയ ഒരു ആകൃതി പൂണ്ടിട്ട് അംബുധേഃ ആവിരഭൂഹു, പ്രളയ സമുദ്രത്തിൽ നിന്ന് വീണ്ടും ആ മത്സ്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് സത്യവ്രത രാജർഷിയും സപ്തർഷികളും ഒരു തോണിയുടെ രൂപത്തിൽ എത്തിച്ചേർന്ന ഭൂമിദേവിയുടെ മുകളിൽ കയറി, അല്ലെങ്കിൽ ആ വഞ്ചിയുടെ ആ തോണിയിൽ കയറി, ആ തോണിയുടെ ഇളക്കത്തിൽ വളരെ ഭയമുള്ളവരായി തീർന്നപ്പോൾ വീണ്ടും, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഉഗ്രമായ മത്സ്യരൂപം എല്ലാം ധരിച്ചുകൊണ്ട് ആ പ്രളയ സമുദ്രത്തിൽ നിന്നും അവർക്ക് ഉയർന്നു വരുന്നതായി കാണാൻ സാധിച്ചുവല്ലോ. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാതേ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ജഷാകൃതിം യോജനലക്ഷദീർഘാം
ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു ജഷാകൃതിം യോജനലക്ഷദീർഘാം ദദാനം ഉച്ചൈഃ തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയഃ ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ ജഷാകൃതിം യോജനലക്ഷദീർഘാം. ആ മത്സ്യത്തിൻ്റെ ആകൃതി 1,00,000 യോജന വിസ്താരമുള്ള നീളമുള്ളതായ ആ മത്സ്യാകൃതി ധരിച്ചിരിക്കുന്നവനും ഉച്ചൈഃ തര തേജസം അതിമഹാതേജസ്വിയും ഒക്കെ ആയിരിക്കുന്ന ത്വാം അങ്ങയെ നിരീക്ഷ്യ കണ്ടിട്ട് തുഷ്ട വളരെ സന്തുഷ്ടരായി മുനയഃ ത്വദുക്ത്യ ആ മുനിമാർ സത്യവ്രതനും സപ്തർഷികളുമൊക്കെ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ ആ മത്സ്യ ആകൃതിയുടെ ഉയർന്ന കൊമ്പിൽ തരണീം ബബന്ധുഃ നൗകയെ ബന്ധിച്ചു. അപ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന 1,00,000 യോജന വലിപ്പമുള്ളതായ ആ മത്സ്യാകൃതിയെ കണ്ടിട്ട് അതിൻ്റെ മഹത്തായ തേജസ്സും ഒക്കെ കണ്ടിട്ട് വളരെ സന്തുഷ്ടരായി ഭവിച്ചു സപ്തർഷികളും സത്യവ്രത മുനിയും. അതിനുശേഷം ത്വദുക്ത്യ അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ അങ്ങയുടെ കൽപ്പന പ്രകാരം ത്വത്തുംഗശൃംഗേ അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ തരണീം ബബന്ധുഃ ആ നൗകയെ ബന്ധിച്ചുവല്ലോ. അപ്പോൾ ഈ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്നതായ മഹാ തേജസ്വിയായിരിക്കുന്ന മത്സ്യമൂർത്തിയായ അങ്ങയെ കണ്ടപ്പോൾ അവർക്ക് എല്ലാ ഭയവും മാറി. സത്യവ്രതനും സപ്തർഷികളുമൊക്കെ വളരെ സന്തുഷ്ടരായി ഭവിച്ചു. അപ്പോൾ ഭഗവാന്റെ തന്നെ കൽപ്പന പ്രകാരം ഈ തോണിയെ ആ മത്സ്യരൂപത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന കൊമ്പിൽ കൂട്ടിക്കെട്ടി. ജഷാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. ആകൃഷ്ടനൗകഃ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ ആചാരീഃ. ആകൃഷ്ടനൗകഃ ഈ നൗകയെ യഥേഷ്ടം മത്സ്യമൂർത്തിയായ ഭഗവാൻ വലിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ ഈ വിശ്വത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും നന്നായി കാണിച്ചു കൊടുത്തു. അപ്പോൾ സംസ്തൂയമാനഃ നൃവരേണതേന ആ സത്യവ്രത രാജാവിനാൽ വളരെ ഭംഗിയായിട്ട് സ്തുതിക്കപ്പെട്ടു. ജ്ഞാനം പരം ച ഉപദിശൻ പരമാത്മജ്ഞാനവും ഒക്കെ ഉപദേശിച്ചുകൊണ്ടാണ് ആചാരീഹ് സഞ്ചാരം ചെയ്തത്. മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഈ നൗകയെ വലിച്ചുകൊണ്ട് വിശ്വത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സത്യവ്രത രാജാവിനും സപ്തർഷികൾക്കും കാണിച്ചു കൊടുക്കുന്നവനായിട്ട് നടന്നു, യഥേഷ്ടം നടന്നു. അപ്പോൾ ഈ സത്യവ്രത രാജാവിനാൽ നന്നായി സ്തുതിക്കപ്പെട്ട ഭഗവാൻ അദ്ദേഹത്തിനായിക്കൊണ്ട് പരമാത്മജ്ഞാനം എല്ലാം ഉപദേശിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത് എന്ന് പറയുന്നു. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദദാനഃ ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂഃ. കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത്
പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനും ആദദാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അബൂഹു കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത്. ആ കൽപ്പം അവസാനിപ്പിച്ചപ്പോൾ, പ്രളയം അവസാനിച്ചപ്പോൾ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ, സപ്തർഷികളെ അവരുടെ സ്ഥാനത്ത് മുൻപത്തെ പോലെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് സത്യവ്രതഭൂമിവം തം വൈവസ്വതാഖ്യം മനുമാദദാന, ആ സത്യവ്രത രാജാവിനെ ആവട്ടെ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ട് ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂ, ക്രോധാത് ഈ വേദമെല്ലാം അപഹരിച്ച് കൊണ്ടുപോയതിൻ്റെതായ ക്രോധം മൂലം, കോപം മൂലം അഭിദ്രുതഃ അഭൂഹു, ആ ഹയഗ്രീവം അഭിദ്രുതഃ, ഹയഗ്രീവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ ഈ പ്രളയം എല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ സപ്തർഷികളെ അവരുടെ മുൻപത്തെ സ്ഥാനത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഭഗവാൻ ആക്കി. അത് കഴിഞ്ഞിട്ട് ഈ സത്യവ്രതൻ എന്ന രാജാവിനെ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിച്ചു. അതും കഴിഞ്ഞിട്ട് വേദങ്ങളെല്ലാം അപഹരിക്കുകയാൽ ഹയഗ്രീവനോട് ക്രോധമുള്ളവനായി ഈ മത്സ്യമൂർത്തിയായ ഭഗവാൻ അയാൾക്ക് നേരെ പാഞ്ഞടുത്തു എന്നാണ് പറയുന്നത്. കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദദാനഃ ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോഭൂ സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രപായ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രപായാഃ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം, തൻ്റെ ആ മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും ഉയർന്ന കൊമ്പുകൊണ്ട് ക്ഷതവക്ഷസം പിളർക്കപ്പെട്ട മാറിടത്തോടു കൂടിയവനാക്കിയിട്ട് തം നിപാത്യ ദൈത്യം, ആ ദൈത്യനെ നിപാത്യ വീഴ്ത്തിയിട്ട് നിഗമാൻ ഗൃഹീത്വ, ആ നിഗമങ്ങളെ വേദങ്ങളെയൊക്കെ വീണ്ടെടുത്തിട്ട് വിരിഞ്ചയെ പ്രീതഹൃദയ, സന്തുഷ്ടചിത്തനായിരിക്കുന്ന വിരിഞ്ചനായിക്കൊണ്ട് ദദാനഃ നൽകിയ, അല്ലയോ പ്രപഞ്ചനാകാരപദേ ഗുരുവായൂരപ്പ, അങ്ങ് പ്രപായാഹ എന്നെ പ്രകർഷേണ രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഉന്നതമായിരിക്കുന്ന കൊമ്പ് കൊണ്ട് ഹയഗ്രീവൻ്റെ മാരണത്തിൽ താടനം ചെയ്ത് അയാളെ വീഴ്ത്തിയിട്ട് വേദങ്ങൾ വീണ്ടെടുത്ത് സന്തുഷ്ടചിത്തനായി തീർന്ന ബ്രഹ്മദേവനെ നൽകിയ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ് മേൽപ്പത്തൂർ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രപഞ്ചനാകാരപദേ പ്രപായാഃ.